സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മരണത്തിന് മുമ്പിലെത്തിയപ്പോ സ്വന്തം മകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഉപ്പ നിന്നോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല, ഉപ്പക്ക് നിന്നോട് ഒന്നും ആഗ്രഹമില്ല, നിങ്ങൾ സുഖമായി ഈമാനോടെ ഇസ്ലാമിന്റെ പ്രവർത്തനവുമായി ജീവിച്ചാൽ മതി. പക്ഷെ ഒരു കാര്യം മകൾ എനിക്ക് സാധിപ്പിച്ചു തരണം. ലോകത്തിന്റെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എത്ര വലിയ മുഅ്മിനാ, നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ റൗള ശരീഫ് ശവകുടീരം. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ലജ്ജയും ഒരു മടിയുമില്ലാത്ത, ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകൾ പോലും പറയാത്ത പദം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ശരീഫിനെ പറ്റി ശവകുടീരം മുജാഹിദുകളല്ലാതെ ദുനിയാവിൽ ഒരു കുട്ടി പറഞ്ഞിട്ടില്ല. ഇന്ന് തുടങ്ങിയതല്ലതൊന്നും. മുജാഹിദുകൾ പണ്ട് പ്രസംഗിക്കുമ്പോഴും മുജാഹിദിന്റെ മൗലവിമാര് പറയാറുള്ളത് ശവകുടീരം ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ശരീഫത്തെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ പറയില്ല, ജൂതന്മാര് പറയില്ല, ഒരു ഇസ്ലാമിന്റെ പുറത്തു നിൽക്കുന്ന കക്ഷിയും പറയില്ല ആരംഭ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിനെ സംബന്ധിച്ച് ശവകുടീരമെന്ന്. നിങ്ങൾ ചിന്തിച്ചോ, ഇവന്മാർ പരസ്യമായി ഒരു കൂസലുമില്ലാതെ ആരംഭ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിനെ സംബന്ധിച്ച് ശവകുടീരം പ്രസംഗിച്ച് നടക്കുകയാണ് സ്റ്റേജാന്തരം. സിദ്ദീഖുൽ അക്ബർ വഫാത്താകുമ്പോ പൊന്നോമന മകള് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചെയ്ത ഏക വസിയത്ത്, മോളെ, സാധുവായ അബൂബക്കർ മരിച്ചാൽ എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഞാൻ 24 മണിക്കൂറും ആരംഭ റസൂലുള്ളാഹിന്റെ കൂടെയാണ്, ഹിജ്റ പോകുമ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് ലഭിച്ചു, അല്ലാഹുവിന്റെ റസൂൽ പ്രബോധനം തുടങ്ങിയപ്പോൾ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ഞാനാണ്. ആരും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആരംഭ റസൂലുള്ളാഹിന്റെ കൂടെ നിന്നത് ഞാനാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച ആളാണ് പാവിയായ അബൂബക്കർ. അതുകൊണ്ട് മോളെ, എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരംഭ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന്റെ മുറ്റത്ത്, അല്ലെങ്കിൽ ആരംഭ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിൽ ആ ഖബറിനോട് ഓരം ചേർന്ന് എനിക്കിനി ഒരു ഖബർ തരണം കേട്ടോ. പിതാവിന്റെ അബൂബക്കർ സിദ്ദീഖിന്റെ വസിയത്താണ് ഈ മുജാഹിദ് പറയുന്നത് പോലെ ഒരു ശവകുടീരമാണെങ്കിൽ എന്തിനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ ശവകുടീരത്തിൽ എനിക്ക് ഖബർ വേണമെന്ന് പറയാൻ കാരണം? എന്ത് മുജാഹിദായത്? സിദ്ദീഖുൽ അക്ബറിന് തിരിയാത്ത മുജാഹിദോ? ലോകത്തിന്റെ നേതാവ് ഒന്നാമത്തെ മുഅ്മിൻ അബൂബക്കർ സിദ്ദീഖ്. ആ ഈമാൻ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഇല്ല. സിദ്ദീഖുൽ അക്ബർ വസിയത്ത് ചെയ്യുന്നു, ഞാൻ മരിച്ചാൽ ആരംഭ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിൽ ആ ഖബറിനോട് ഓരം ചേർന്നുകൊണ്ട് പാവപ്പെട്ട എന്റെ ഖബർ കുഴിക്കണം. മകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തെല്ലാം പരിഹാസം ഈ മഹാന്മാരെ ഖബറിന് നേരെ നടത്തി, ജാറകളെ സംബന്ധിച്ച് നടത്തി, റസൂലുള്ളാഹിന്റെ റൗള ശരീഫിനെ പറ്റി നടത്തി. നിങ്ങൾ പറഞ്ഞില്ലേ, മദീനത്ത് ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഒന്നാമത്തെ പ്രവർത്തനം അവിടെ സ്കൂൾ തുടങ്ങുകയല്ല, അവിടെ ഉച്ചക്ക് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കുകയല്ല, മുഹമ്മദ് നബിന്റെ റൗള ശരീഫ് പൊളിച്ചു കളയലാണ്. നിങ്ങൾ ആലോചിച്ചോ, സിദ്ദീഖുൽ അക്ബറിന് തിരിഞ്ഞില്ലേ നിങ്ങളെ ഈ ബുദ്ധി? സിദ്ദീഖുൽ അക്ബറിന് മനസ്സിലായില്ലേ ഈ കാര്യം? ആരംഭ റസൂലുള്ളാഹിന്റെ ശരീഫിൽ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് എന്റെ ഖബർ വേണമെന്ന് ലോകത്തോട് ആവശ്യപ്പെട്ടോ സിദ്ദീഖുൽ അക്ബർ? ഞാൻ ചോദിക്കുന്നു, എന്താണ് ഇതിന്റെ കാരണം? നിങ്ങൾക്കെന്ത് പറയാനുണ്ട്? റസൂലുള്ളാഹിന്റെ റൗള ശരീഫിന്റെ അരികത്ത് അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് ഒരു പുണ്യവുമില്ലെങ്കിൽ